കിട്ടേണ്ട അവകാശങ്ങൾ എപ്പോഴും ചോദിക്കാതെ കിട്ടില്ല എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിനകത്ത് അങ്ങനെ ഒരു ചേരിതിരിവോ വേർതിരിവോ ഇതുവരെ നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ള അനുഭവപ്പെട്ടു. ഈ നമ്മുടെ MLA, കൊച്ചിക്കാരനായ ഒരു MLA കൊച്ചിയിൽ MLA ആയതിനു ശേഷം അതിനു മുമ്പ് കുടിവെള്ളം കിട്ടാറുണ്ടായില്ല. തീർച്ചയായും കുടിവെള്ളം ഭയങ്കര ക്ഷാമം തന്നെയായിരുന്നു. അല്ല, ഇപ്പൊ ക്ഷാമമില്ല. ഇപ്പൊ അതിനൊക്കെ വളരെ മാറ്റം വന്നിട്ടുണ്ട്. കാരണം പിന്നെ എന്തുകൊണ്ടിട്ട് ഈ വാട്ടർ അതോറിറ്റിയിൽ എല്ലാ ദിവസവും സമരം നടക്കും? ഞാൻ ചോദിക്കുന്നത് കുടിവെള്ള പ്രശ്നം നിലവിൽ ഉണ്ടോ ഇല്ലയോ? അതായത് ഇവിടെ കിട്ടേണ്ടത് അങ്ങോട്ട് സഖാവ് മാക്സി MLA ആയതിനു ശേഷം കൊച്ചിയിലെ റോഡുകൾ വളരെ ഹൈവേ പോലെ മോശമായ റോഡുകളില്ല. വികസനത്തിന്റെ റോഡുകളുണ്ടാ? മോശമായ റോഡുകളൊന്നും കൊച്ചിയിൽ ഇപ്പോൾ കാണാൻ സാധ്യത കാണിച്ചു തന്നാൽ. അല്ല, അതെന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടേണ്ടി വന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഖാലിദിന്റെ മരണശേഷം പിന്നീട് അങ്ങോട്ട് പാർട്ടി നിശ്ചലാവസ്ഥയിലായിരുന്നു. ഒരിക്കലും ഇല്ല. എന്തുകൊണ്ട് ഖാലിദ് സാഹിബിന്റെ മരണത്തിന് ശേഷം അത് തിരിച്ചു കിട്ടുന്നില്ല? ഇപ്പൊ ആരാണ് കൺവീനർ? ഇപ്പൊ ആർക്കും അങ്ങനെ കൊടുത്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ഇത്രയും വൈകുന്നു? അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം നടപ്പാകാതെ പോയിട്ടില്ല. അതറിയോ? LDF ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പാർട്ടിയുടെ ഇപ്പോഴത്തെ റോൾ എന്താ? അല്ല, പിന്നീട് ഒരാൾക്ക് നിർവഹിക്കാൻ അവസരങ്ങൾ വന്നിട്ടില്ല. എന്താ കൊടുക്കാതിരിക്കാന്ന് പറഞ്ഞാല് അങ്ങനൊരു അത് എപ്പോഴെങ്കിലും LDF ചോദിച്ചിട്ടുണ്ടാ? നാട് വളരെയധികം അതെ, ആ സമരം LDF എന്ന രീതിയിൽ നടക്കുന്നുണ്ട്. LDF എന്ന നിലക്ക് നടത്തുന്നു. അപ്പൊ അതിനൊന്നും മീറ്റിംഗ് വിളിച്ചിട്ടില്ല.